السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. الله سبحانه وتعالى അവൻ്റെ മഹത്വ ഫദ്ല് കൊണ്ട് ഈ വിശുദ്ധ അറഫാ ദിനം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചത് ഇബാദത്തിന് വേണ്ടിയാണ്. ഇബാദത്തുകളിൽ ഏറെ ശ്രേഷ്ഠമായ ഇബാദത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് അല്ലാഹു തആല അവൻ്റെ മഹത്വ ഫദ്ല് കൊണ്ട് നമുക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്കുക എന്നത്. അൽഫിക്റതു ഫീ നിഅമില്ലാഹി അസ്സ വജല്ല മിൻ അഫ്ളലിൽ ഇബാദ. നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറെ ശ്രേഷ്ഠമായ ഇബാദത്താണ് അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകളെ കുറിച്ച് നാം ചിന്തിക്കുക എന്നത്. അല്ലാഹു തആല നമുക്ക് നൽകിയ നിഅമത്തുകളുടെ കൂട്ടത്തിൽ ഏറെ മഹത്വമുള്ള ഒരു നിഅമത്താണ് അല്ലാഹു തആല അവന്റെ ഇബാദത്ത് അടിമകൾക്ക് നൽകിയ നിയമത്തുകളിൽ വളരെ മഹത്വമുള്ള ഒരു വലിയ നിയമത്താണ് ദുആകൾക്കുള്ള അവസരം ലഭിക്കുക എന്നത്. ധാരാളമായി നമുക്ക് ലൈലമനഹാറ ഓരോ ദിനങ്ങളിലും ദുആകൾക്കുള്ള അവസരം ലഭിക്കുന്നു എന്നത് വളരെ വലിയ നിയമത്താണ്. ആ ദുആകളുടെ കൂട്ടത്തിൽ ഏറെ ശ്രേഷ്ഠമായ ദുആയാണ് ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. അറഫാ ദിനത്തിൽ നാം നടത്തുന്ന ദുആ, അറഫാ ദിവസത്തിൽ നമ്മൾ നടത്തുന്ന ദുആ, നാം നടത്തുന്ന ദുആകളുടെ കൂട്ടത്തിൽ വളരെ മഹത്വമുള്ള ഒരു ദുആയാണ്. നമുക്കറിയാം സയ്യിദുന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അവിടുന്ന് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 കുറിച്ച് പറഞ്ഞത് ഒരു വർഷത്തെ 3 10കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു 10ആണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10. വിശുദ്ധ റമദാൻ അവസാനത്തെ 10, മുഹറം മാസത്തിലെ ആദ്യത്തെ 10, റമദാൻ മാസത്തിലെ അവസാനത്തെ 10നോട് തുല്യമായ 10ആണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10. ആ ആദ്യത്തെ 10നെ കുറിച്ച് ചോദിച്ചപ്പോൾ ലാ യുഅ്തു ഫീഹി ദുആ, ഒരിക്കലും ദുആ തള്ളപ്പെടുകയില്ല, ദുആ സ്വീകരിക്കാതിരിക്കുകയില്ല, ഇജാബത്ത് തീർച്ചയാണ്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിനങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ മഹത്വം, പ്രത്യേകിച്ച് അറഫാ ദിനം അത് വളരെ വലിയ മഹത്വമുള്ള ഒരു ദിവസമാണ്. ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറെ ശ്രേഷ്ഠമായ ദിവസം അറഫാ ദിനം എന്ന് പഠിപ്പിച്ച ഹദീസ് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഇവിടെ ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഓരോരുത്തരും അല്ലാഹുവിന് ധാരാളം ശുക്ർ ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ അൽഹംദുലില്ലാഹ് ഇങ്ങനെയുള്ള ഒരു ദിവസം ഉപയോഗപ്പെടുത്തണമെന്നൊരു മനസ്സ് അല്ലാഹു തആല അവന്റെ മഹത്വ ഫദ്ല് കൊണ്ട് നൽകിയാണ്. ഇദാ അഹബ്ബല്ലാഹു അബ്ദ ഇസ്തഅമലഹു ഫീ ഔഖാത്തിഹി ഫീ അശ്റഫി ഔഖാത്തിഹി ബി അഹ്ബി ത്വാഅതി. ഒരു അടിമയെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമാണ് നല്ല സമയം ലഭിക്കുമ്പോൾ, നല്ല രാവ് ലഭിക്കുമ്പോൾ, നല്ല ദിനം വരുമ്പോൾ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള മനസ്സ് ലഭിക്കുക എന്നത്. അൽഹംദുലില്ലാഹ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹുവിന്റെ മഹത്വ ഫദ്ല് കൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം ഇങ്ങനെ ഒരു വേദി ഉണ്ടായത് കാരണം, ഇങ്ങനെ ഒരു സദസ്സ് ലഭിച്ചത് കാരണം അൽഹംദുലില്ലാഹ് ധാരാളം ദിക്റുകള് അദ്കാറുകള് ഇന്നത്തെ ഈ ദിവസത്തിൽ നമുക്ക് ചെല്ലാൻ കഴിയും. ഈ ഒരു ദിവസം ചെറിയ ദിവസമല്ല. നമ്മുടെ മദ്ഹബിൽ രണ്ടാം ഷാഫി എന്ന് പറയപ്പെടുന്ന ശംസുൽ അയിമ്മ എന്ന സ്ഥാനപ്പേര് ലഭിച്ച സയ്യിദുനാ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിച്ചത് എന്താണ്? അറഫാ ദിനത്തെ കുറിച്ച് മാത്രം അവിടുന്ന് പറഞ്ഞത് എന്താണ്? പേടിക്കേണ്ട വിഷയത്തിൽ പേടി വരുന്നില്ല എന്നതാണ് നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട കാര്യം. നാം മനസ്സിലാക്കണം, അല്ലാഹു വലിയ ആദരവ് നൽകിയ, അല്ലാഹു വലിയ ബഹുമാനം നൽകിയ അറഫാ ദിനം പോലുള്ള ദിനങ്ങൾ അതിൽ വീഴ്ച വരുന്ന കാര്യത്തിൽ പേടിക്കേണ്ട പ്രകാരം എല്ലാ അർത്ഥത്തിലും അവൻ ഭയപ്പെടട്ടെ എന്ന് സയ്യിദുനാ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാം. ഈ ഒരു ദിവസം എന്തൊക്കെ ചെയ്യണമെന്ന് അവിടുന്ന് ഓരോ കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് പറയുന്നത് കാണാൻ കഴിയും. വയംബഗി ആവശ്യമാണ് ഈ ദിവസത്തിൽ ഉണ്ടാവേണ്ട കാര്യം. ഒന്നാമതായി അവൻ തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക,
നേതാവത്തോട് കൂടെ ദുആ ചെയ്യുക, അങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ വളരെ മഹത്തായി പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. നാം മനസ്സിലാക്കണം, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, അറഫ ദിനമാകുന്നതിന്റെ മുമ്പ് തന്നെ പല ആവശ്യങ്ങളും ഓരോ കാര്യങ്ങളും ഓർത്ത് അതെല്ലാം നോട്ട് ചെയ്തു വെക്കും. അറഫ ദിനമാകുമ്പോഴേക്ക് മാറ്റി വെക്കും. അറഫ ദിനത്തിൽ എന്തുവാക്കണം, അറഫ ദിനത്തിൽ ദുആയിൽ ഉൾപ്പെടുത്തണം, അറഫ ദിനത്തിൽ ദുആയിൽ അത് ഉൾപ്പെടുത്തുക തന്നെ വേണമെന്ന ആ ഒരു നിയത്തോടുകൂടെ അവിടുന്ന് അറഫ ദിനത്തിൽ വെച്ച് ധാരാളം കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് ദുആ ചെയ്യുക നമ്മൾക്ക് പതിവാണ്. ഇപ്പൊ മറ്റു ദിവസങ്ങളെ പോലെയല്ല അറഫ ദിവസത്തിൽ നമുക്ക് ലഭിക്കുന്ന ഈ ഒരു ദിവസം അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ആരെങ്കിലും അറഫയുടെ ദിനത്തിൽ ദുആ കിതാബിൽ ലഭിക്കുമെന്ന് സംശയിച്ചാൽ അവൻ മൽഊനാണ് എന്നല്ലേ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അറഫയുടെ ദിവസം ദുആ ചെയ്താൽ കിതാബത്ത് തീർച്ചയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഫൈന യൗമന ഹാദാ യൗമുൻ അദീം, ഈ ദിവസം വളരെ മഹത്വമുള്ള ദിവസമാണ്. മറ്റു ദിവസങ്ങളെ പോലെയല്ല, ഇതൊക്കെ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയില്ല എന്നാണ് അയ്മത്ത് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ഭൂമിയിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സംഗമം ഏതാണ്? ഏറ്റവും വലിയ ഒരുപാട് സംഗമങ്ങളും ഒരുപാട് സഭകളും സദസ്സുകളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും വലിയ സംഗമം ദുനിയാവിലെ സംഗമങ്ങൾ ഏറ്റവും വലിയ സംഗമം അറഫയിലെ സംഗമമാണ്. പറഞ്ഞത് എന്താണ്? അത് കാരണം പറഞ്ഞത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം മാത്രമല്ല, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം മലായികത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. നമ്മൾ അൽഹംദുലില്ലാഹ് ഈ ഒരു അറഫാ ദിനത്തിലെ എല്ലാ വർഷവും എല്ലാ കാലവും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറഫാ ദിനം എന്താ? ഇന്നലെയാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അറഫാ ദിനം. ഇന്നലെയാണ് കൂടണ്ട, ഇന്നലെ നിങ്ങൾ കൂടണമെന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോ നമ്മുടെ നിസ്കാരങ്ങളൊക്കെ അതിനനുസരിച്ച് മാറ്റി വരും. നമ്മുടെ നിസ്കാരത്തിന്റെ സമയത്ത് നമ്മൾ നിസ്കരിക്കുക, അവരുടെ നിസ്കാരത്തിന്റെ സമയത്ത് അവിടെ നിസ്കരിക്കുക. നമ്മുടെ അറഫാ ദിനം ഇന്നാണ്. ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്നത് അറഫാ ദിനം ആഖിറത്തിൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ ഓരോ പ്രദേശത്തുകാരും ഓരോ നാട്ടുകാരും അവരുടേതായ അറഫാ ദിനം എന്നാണോ ആ ദിനത്തെ ദിക്ർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും ഔറാദ് കൊണ്ടും അദ്കാർ കൊണ്ടും അങ്ങനെ ഖൈറാത്തുകളെ കൊണ്ട് ഉപയോഗപ്പെടുത്തിയാൽ ആ ദിവസം അനുകൂലമായി സാക്ഷി നിൽക്കും, യാതൊരു സംശയവുമില്ല. ഞാനിങ്ങനെ ഓർക്കുകയാണ്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ശൈഖുനാ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദിനോടൊപ്പം അറഫാ ഭൂമിയിൽ ദുആയിൽ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ ദുആ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ നടക്കുന്ന അറഫാ സംഗമത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ഉസ്താദുകളെ ഇല്ലെങ്കിലും നേതൃത്വം നൽകാനില്ലെങ്കിലും ആ അറഫാ അറഫയിലാകുന്ന സമയത്ത് വളരെ പ്രത്യേകമായി ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ ദുആ ചെയ്യുന്നത് നമ്മൾ കേൾക്കുകയും ആമീൻ പറയുകയും ചെയ്തതാണ്. അൽഹംദുലില്ലാഹ്, ഈ സമയത്ത് നമുക്ക് ഭാഗ്യവാന്മാരാണ്. നമ്മുടെ മറ്റ് സമയത്ത് പങ്കെടുക്കുന്നതിനേക്കാൾ അഭാവത്തിൽ ഗൈബത്തിൽ ഇത്തരം മജ്‌ലിസുകളിലൊക്കെ സാന്നിധ്യം നമ്മുടെ മുഹിബീങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നത് തീർച്ചയായും കൂടുതൽ ദുആ ലഭിക്കാൻ കാരണമാണ്, യാതൊരു സംശയവുമില്ല. ഈ സമയത്ത് നമ്മൾ ആലോചിക്കണം, ധാരാളം താലിമീങ്ങൾ, ധാരാളം സാദാത്യങ്ങൾ, ധാരാളം ഹാഫിളീങ്ങൾ, ധാരാളം ഖൈറുൽ സലാഹിന്റെ അഹ്ലുകാര് ഒരുമിച്ച് കൂട്ടി നല്ല നല്ല സദസ്സുകൾ നമുക്ക് ഇവിടെ ലഭിക്കും. ഈ സാസ്തുകൾ ഈ കിട്ടിയ സാസ്തുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇതെല്ലാം പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം എത്തിപ്പെടുക എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അല്ലാഹു തആല എല്ലാ ചെറുതും വലുതുമായ അപകടങ്ങൾക്ക് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈയിടെ കുവൈത്തിൽ നടന്ന അപകടത്തിൽ അല്ലാഹുവേ ഈ സലാമത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബങ്ങൾക്ക് നീ മനസ്സമാധാനം നൽകണേ അല്ലാഹ്, ക്ഷമ നൽകണേ അല്ലാഹ്, ഹിമ്മത്ത് നൽകണേ അല്ലാഹ്. യാ അല്ലാഹ്, എല്ലാവരും മരണപ്പെട്ടവരുടെ ആഖിറം നീ സന്തോഷാക്കണേ അല്ലാഹ്. ദൈവങ്ങളെ അല്ലാഹു നമുക്ക് ചെയ്ത വലിയൊരു നിഅമത്താണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കണം, പണ്ട് കാലം മുതലേ നമ്മുടെ പ്രിയപ്പെട്ട മുഹിബീങ്ങളൊക്കെ ഒരു ചാക്ക് അരി നൽകിയ തോതിൽ 2000 രൂപയും അല്ലെങ്കിൽ 5 ചാക്ക് അരിയുടെയും 10,000 രൂപ നൽകി, അങ്ങനെ 20,000 രൂപ നൽകി, 10 ചാക്ക് അരികളൊക്കെ സംഖ്യ നൽകി, അങ്ങനെയൊക്കെ നമ്മുടെ മക്കളെ സ്ഥാപനത്തിന്റെ സന്തതികളെ
കുട്ടി വളർത്തിയതിന്റെ ഫലമാണ് ഇന്ന് ഈ രൂപത്തിൽ സ്ഥാപനം കാണുന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അറഫാ ദിനം സ്വതക്കാധികരിപ്പിക്കേണ്ട ദിനമാണ്. അയിമത്ത് അങ്ങനെ തന്നെ പഠിപ്പിച്ചതുമാണ്. മറ്റു ദിവസങ്ങളെ പോലെയല്ല. ഇവിടെ വിതരണം ചെയ്യുന്ന പിരിവ് ഇവിടെ നടത്തുകയാണെങ്കിൽ നല്ല സമയം പഠിക്കണം. നമുക്ക് നമ്മൾ വിചാരിച്ച കാര്യമൊന്നും നടക്കില്ല. അതുകൊണ്ട് ഒരു എളുപ്പമാർഗ്ഗമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. നിങ്ങൾ ഈ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കി, ഈ മാസത്തിന്റെ ബഹുമാനം മനസ്സിലാക്കി, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്താണോ അത് നിങ്ങളെ ഏൽപ്പിക്കുക. അല്ലാഹു തആല ആരാണോ ഇത് ഏറ്റെടുക്കുന്നവർ, ആരാണോ സഹായിക്കുന്നവർ, അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അല്ലാഹു തആല നൽകുമാറാവട്ടെ. ജാരിയത്തായ സ്വതക്കയായി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അമലുകളുടെ ഫളായിലിൽ പഠിച്ചപ്പോൾ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് സയ്യിദുനാ ഖുത്ബുൽ അഖ്താബ് ഖൗസുൽ ആദം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുല്ലദീ തങ്ങൾ പഠിപ്പിക്കുകയും ഭക്ഷണം നൽകാൻ മുതാരിബീങ്ങളുടെ ഭക്ഷണത്തിന് ഒരു ചാക്ക് അരിയുടെ സംഖ്യ നമ്മൾ നൽകുക എന്നത് ചെറിയൊരു കാര്യമായി നമ്മൾ കാണരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വതക്കന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു ഹലാലായ റിസ്ക് അല്ലാഹു ബാക്കി തരുമാറാവട്ടെ. ഒരുപാട് രോഗികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ രോഗങ്ങൾക്ക് നമ്മുടെ ഈ സ്വതക്ക ഒരു ശിഫയുടെ മാർഗമായി